പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാസർഗോഡ് ജില്ലയിലെ പെരിയ എന്ന പ്രദേശത്ത് കല്യോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന, കൃത്യമായി പറഞ്ഞാൽ 17/2/2019 നടന്ന അതിക്രൂരവും നിഷ്ഠൂരവും നീചവുമായിട്ടുള്ള ഒരു ഇരട്ട കൊലപാതകത്തിലെ അന്തിമ വിധി വിചാരണ കോടതി ഇന്ന്, അതായത് ഡിസംബർ 28-ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തിന് ഏതാണ്ട് 1-2 മണിക്കൂറുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വിധി പ്രഖ്യാപനം ഇന്ന് വരും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം വിശദമാക്കിക്കൊണ്ട് ഞാൻ ഇന്നലെ, അതായത് ഡിസംബർ 27-ാം തീയതി ഒരു വിശദമായൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഈ വിധി എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് സംബന്ധിച്ച് ഞാനൊരു നിരീക്ഷണം നടത്തിയിരുന്നു. ഏതാണ്ട് ആ നിരീക്ഷണത്തിന് അനുസൃതമായി തന്നെ ആണ് ഇന്ന് ഈ വിധി വന്നത് എന്ന് ആദ്യമായി ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ വിധി സംബന്ധിച്ച് വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ഈ വിധി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മസ്തകത്തിനേറ്റ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് എന്നുള്ളതാണ്. CPM എന്ന് പറയുന്ന ആ പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്ന ആ നീചമായിട്ടുള്ള, ആ നിഷ്ഠൂരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അടിവേരറുക്കുന്ന ഒരു വിധിയാണ് എറണാകുളം CBI കോടതിയിൽ നിന്ന് ഇന്ന്, അതായത് ഡിസംബർ 28-ാം തീയതി ഉണ്ടായിരിക്കുന്നത്. ഇനിയെങ്കിലും CPM കൊലപാതക രാഷ്ട്രീയം സംബന്ധിച്ച് പാഠം പഠിക്കാൻ തയ്യാറാവണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിലും എനിക്ക് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഇതിനു മുമ്പ് 2014-ലാണ് ആദ്യമായി ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ കേരളത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ശ്രീമൻ TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ടായിരുന്നു. 2012 മെയ് 4-ന് വള്ളിക്കാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് വെച്ച് രാത്രി 10:45-ന് CPMൻ്റെ കൊടും ക്രിമിനലുകളുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയനായി അന്ന് TP ചന്ദ്രശേഖരൻ മരിച്ചു. 51 വെട്ടുവെട്ടി കൊടും ക്രിമിനലുകൾ TP ചന്ദ്രശേഖരനെ വധിച്ചു. അന്ന് ആ വധം നടക്കുമ്പോൾ അന്ന് UDF സർക്കാരായിരുന്നു ഇവിടെ അധികാരത്തിലുള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണത്തെ തുടർന്ന് 2014-ൽ കുറേയേറെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. കുറേയേറെ പ്രതികൾ രക്ഷപ്പെട്ടു എന്നുള്ള ആരോപണം നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും കുറേയേറെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. അന്നാണ് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ കുറേയെങ്കിലും പ്രതികൾ, അതായത് CPMൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഉള്ളവർ ശിക്ഷിക്കപ്പെടുന്നു. ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ കൊടും ക്രിമിനലുകളായിരുന്നു. എന്നാൽ ഗൂഢാലോചന കുറ്റം ചുമത്തി അന്ന് പാനൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന PK കുഞ്ഞനന്ദൻ, കുന്നമ്മൽ ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന KC രാമചന്ദ്രൻ, അവർ രണ്ടുപേരും അന്ന് ശിക്ഷിക്കപ്പെട്ടു. പിന്നീട് ആ കേസ് അതിൻ്റെ അപ്പീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ കേസ് പരിഗണിക്കുന്ന സമയത്ത് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവും, എനിക്കൊന്ന് ബാബു എന്ന് പറയുന്ന വേറൊരു നേതാവും, അങ്ങനെ 4 പേരാണ് അതിനകത്ത് ശിക്ഷിക്കപ്പെട്ടത്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാനൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന PK കുഞ്ഞനന്ദനായിരുന്നു. പിന്നെ ഉള്ളത് കുന്നമ്മൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന KC രാമചന്ദ്രൻ. പക്ഷേ അന്നത്തെ ആ കേസും ഇന്നത്തെ ഈ കേസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ആ കൊലപാതകം നടക്കുന്നത് UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ്. ആ കേസിൽ വിധി വരുന്നത് UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ്. എന്നാൽ ആ കേസിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ CPM നേതാക്കൾ ശിക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെന്ന് പറയുന്നത് കൊടും ക്രിമിനലുകളായിരുന്നു. നമുക്കറിയാം, കൊടി സുനി മുതൽ ട്രൗസർ മനോജ് മുതൽ വരെയുള്ള ആളുകളായിട്ടുള്ള കൊടും ക്രിമിനലുകളായിരുന്നു. അതിൽ 2-3 പേരാണ് പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഈ പെരിയ ഇരട്ട കൊലപാതകത്തിലുള്ള വ്യത്യാസം എന്താ സുഹൃത്തുക്കളെ? പെരിയ ഇരട്ട കൊലപാതകം എന്ന് പറയുന്നത്, അത് CPM സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെയാണ് ആ സംഭവം നടന്നതും. 2019 ഫെബ്രുവരി 17-നാണ് അത് നടന്നത്. ഇതിപ്പോൾ 2024 ഡിസംബർ 28-ന് വിധി വരുന്നതും, സംഭവം നടന്നതും വിധി വരുന്നതും CPM സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ്. TP ചന്ദ്രശേഖരൻ കേസിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിൽ അന്വേഷണം നടത്തിയത് CBI ആണ്.
എന്നാൽ ഈ കേസിൻ്റെ പ്രത്യേകത എന്താ? ഈ കേസിൽ 2019 സെപ്റ്റംബർ 30 ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജായിട്ടുള്ള പി സുധീന്ദ്രകുമാർ ഈ കേസിൽ CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞ് ചരിത്ര പ്രധാനമായിട്ടുള്ള 33 ഖണ്ഡികളുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ടായി. ആ CBI അന്വേഷണം അട്ടിമറിക്കാൻ പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള ഹീനമായ ശ്രമങ്ങളുണ്ട്. അത് നമ്മളത് പരിശോധിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത്? TP ചന്ദ്രശേഖരൻ കേസിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിലെ പ്രതികളിൽ ഏതാണ്ട് 90% പേരും CPMകാരായിരുന്നു എന്ന് മാത്രമല്ല, ഈ കേസിൽ CPMൻ്റെ ഒരു മുൻ MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. CPMൻ്റെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുൻ പെരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. പാക്കം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. ഒന്നാം പ്രതിയായിട്ടുള്ള A പീതാംബരൻ മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ TP ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കേസിൽ പ്രധാനപ്പെട്ട മുന്തിയ CPM നേതാക്കന്മാർ ഈ കേസിൽ പ്രതികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം എങ്ങനെയെങ്കിലും അട്ടിമറിക്കുക എന്നുള്ളത് ഒരു 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 വലിയ ഉത്തരവാദിത്വമായി CPMൻ്റെ ഗവൺമെൻറ് ഏറ്റെടുത്തത് നമുക്ക് കാണാൻ കഴിയും. ഈ സുധീന്ദ്രകുമാർ 2019 സെപ്റ്റംബർ 30 ഇറക്കിയ CBI അന്വേഷണം അംഗീകരിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിനെതിരെ മുന്തിയ സുപ്രീം കോടതി അഭിഭാഷകരെ ഇറക്കിക്കൊണ്ട് സർക്കാർ ഖജനാവിലെ പണമെടുത്ത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. എന്നാൽ ഡിവിഷൻ ബെഞ്ചും ഈ കേസിലെ CBI അന്വേഷണം എന്ന് പറയുന്ന ആ തീരുമാനം നിലനിൽക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ആവശ്യം തള്ളി. എന്നാൽ അവിടെ വെച്ചും ഈ പണി അവസാനിപ്പിക്കാതെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയി. രഞ്ജിത് കുമാർ മനീന്ദർ സിംഗ് എന്ന് പറയുന്ന വലിയ വിഖ്യാതരായിട്ടുള്ള അഭിഭാഷകർ ഇറക്കി സുപ്രീം കോടതിയിലും വാദിച്ചു. എന്നാൽ സുപ്രീം കോടതിയും ഈ തീരുമാനം, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് CBI അന്വേഷണം വേണ്ട എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആ തീരുമാനം തള്ളിക്കളയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത് വിചാരണയിലേക്ക് കടക്കുന്നത്. 2023 ഫെബ്രുവരി 2 ഇതിൻ്റെ വിചാരണ ആരംഭിച്ചത്. ആ വിചാരണയാണ് ഇപ്പോൾ 2024 ഡിസംബർ 28 അന്തിമ വിധി പ്രഖ്യാപനത്തിൽ വന്ന് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ വിശദമായിട്ടുള്ള വിചാരണ നടപടികളായി ഏതാണ്ട് 185ഓളം സാക്ഷികളെയും ഏതാണ്ട് 1075-80ഓളം രേഖകളൊക്കെ പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസ് കേട്ട ജഡ്ജി ഏതാണ്ട് 1500-ലധികം ചോദ്യങ്ങൾ ഈ ഇതിൻ്റെ സാക്ഷികളോട് ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സകലവിധ പണികളും സർക്കാരും പാർട്ടിയും അവിടെ എടുത്തു ഈ പ്രതികളെ രക്ഷിച്ചെടുക്കാൻ. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? TP ചന്ദ്രശേഖരൻ കേസിൽ CPM ക്രിമിനലുകൾക്കെതിരെ TP ചന്ദ്രശേഖരന് വേണ്ടി വാദിച്ച അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലും കോൺഗ്രസ് നേതാവായിരുന്ന CK ശ്രീധരൻ എന്ന് പറയുന്ന ആ അഭിഭാഷകനെ അവർ വിലക്കെടുത്തു. ആ CK ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ അഭിഭാഷകൻ CPMുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ കൊലക്കേസുകളിൽ, ചീമേനി കൊലക്കേസ് ഉൾപ്പെടെയുള്ള കൊലക്കേസുകളിൽ CPM ക്രിമിനലുകൾക്കെതിരെ നിരന്തരമായി കേസ് വാദിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയായിട്ടുള്ള ഒരു അഭിഭാഷകനായിരുന്നു. അയാൾ KPCയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. കാസർഗോഡ് അയാൾ DCC പ്രസിഡൻ്റായിരുന്നു. അയാൾ ഉദുമയിൽ 2-3 തവണ മത്സരിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂരിലൊക്കെ മത്സരിച്ചിട്ടുള്ള കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഈ അഭിഭാഷകൻ ദീർഘകാലം കണ്ണൂരിലും കാസർഗോഡിലുമുള്ള CPMൻ്റെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച അഭിഭാഷകനായിരുന്നു CK ശ്രീധരൻ. ആ CK ശ്രീധരനായിരുന്നു TP കേസിലെ പ്രധാനപ്പെട്ട പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിൻ്റെയും കൂടി ശക്തമായിട്ടുള്ള വാദത്തെ തുടർന്നിട്ടാണ് അന്ന് TP കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആ CK ശ്രീധരൻ എന്ന് പറഞ്ഞ അഭിഭാഷകനെ തങ്ങളുടെ പക്ഷത്തേക്ക് സ്വാധീനിച്ച് കൊണ്ടുവന്ന് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് വേണ്ടി അദ്ദേഹത്തെ രംഗത്തിറക്കി. നമുക്കറിയാം, ആ തുടക്ക കാലഘട്ടത്തിലൊക്കെ ഈ പെരിയ കേസിലെയും ഒക്കെ തന്നെ ഈ കോടതി രേഖകളുമൊക്കെ ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന CK ശ്രീധരനായിരുന്നു. അദ്ദേഹം അപ്പുറത്തേക്ക് മാറി. സ്വാഭാവികമായും
ആ കേസിൻ്റെ വിശദാംശങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അപ്പുറത്തേക്ക് മാറിയത് എന്നുള്ളത് അത് കോമൺ സെൻസാണ്. അദ്ദേഹത്തെ കൊണ്ട് ശക്തമായി വാദിച്ചു. കേസിലെ സാക്ഷികളെ മൊഴി മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യാവസാനം വലിയ ശ്രമങ്ങൾ അവർ നടത്തി. പക്ഷേ ആ ശ്രമങ്ങളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഒരൊറ്റ പ്രതിയെപ്പോലും കൂറുമാറ്റിക്കാൻ കഴിയാതെ മുഴുവൻ പ്രതികളും നീതിയുക്തമായ ഒരു വിധിക്ക് വേണ്ടി തങ്ങളുടെ മൊഴികളിൽ ഉറച്ചു നിന്നതിനെ തുടർന്ന് ഇന്നിതാ 14 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 24 പ്രതികളിൽ 14 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 10 പേരെ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ പീതാംബരൻ, സജി, ജിജിൻ, KM സുരേഷ്, അനിൽകുമാർ, ശ്രീരാഗ്, അശ്വിൻ, സുബീഷ്, K മുരളി, T രഞ്ജിത്ത്, AM മണികണ്ഠൻ, K സുരേന്ദ്രൻ, KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി എന്നീ 14 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. അതിൽ 1 മുതൽ 8 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തപ്പെട്ടു. ബാക്കി 6 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടു. ആ 14 പ്രതികൾ ഇന്ന് ശിക്ഷിക്കപ്പെട്ടു. 10 പ്രതികൾ വെറുതെ വിടപ്പെട്ടു. ഈ 14 പ്രതികളെ ശിക്ഷിക്കപ്പെടുമ്പോൾ ഈ വിധി CPMൻ്റെ മസ്തകം തകർത്ത വിധിയാണെന്ന് പറയാൻ കാര്യം എന്താ സുഹൃത്തുക്കളെ? ഇതിൽ 20ാം പ്രതിയായിട്ടുള്ള KV കുഞ്ഞിരാമൻ, അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ CPMൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളും മുൻ ഉദുമ MLAയും ഇപ്പോൾ CPMൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയാണ് സുഹൃത്തുക്കളെ. ഒന്നാലോചിച്ച് നോക്കൂ. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള KV കുഞ്ഞിരാമൻ 20ാം പ്രതി എന്നുള്ള നിലയിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ 14ാം പ്രതിയായിട്ടുള്ള AM മണികണ്ഠൻ, അദ്ദേഹം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമാണ്. അദ്ദേഹം DYFIയുടെ പ്രസിഡന്റായിരുന്നു എന്നൊക്കെ കേൾക്കുന്നു. അദ്ദേഹവും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ രാഘവൻ വെളുത്തോളി എന്ന് പറയുന്ന മറ്റൊരു പ്രതി, രാഘവൻ വെളുത്തോളി, അദ്ദേഹം 21ാം പ്രതിയാണ്. അദ്ദേഹം മുൻ പാക്കം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹവും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 3 സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരും 1ാം പ്രതിയായിട്ടുള്ള പീതാംബരൻ, അദ്ദേഹം മുൻ CPM പേരിയയിലെ മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു പീതാംബരൻ. അപ്പോൾ അത്തരത്തിൽ 4 CPM നേതാക്കന്മാർ, അതായത് ഈ ശിക്ഷിക്കപ്പെട്ട 14 പേരിൽ മിക്കവാറും പേരെല്ലാവരും CPMുമായിട്ട് ബന്ധമുള്ളവരാണ്. പക്ഷേ അതിൽ തന്നെ 3 സമുന്നത നേതാക്കന്മാരും മറ്റുള്ള നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ ഇതിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് CPMൻ്റെ മസ്തകത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അടിയാണ് എന്ന് നമ്മൾ കാണണം. CPM ഇതിൽ നിന്ന് പാഠം പഠിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. CPM ഇനിയും ഇത് തന്നെയാണ് ചെയ്യാൻ സാധ്യത എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. എന്തായാലും പെരിയ ഇരട്ടക്കൊലക്കേസിൽ ന്യായാധിപനായിട്ടുള്ള N ശേഷാദ്രിനാഥൻ പ്രഖ്യാപിച്ച ഈ ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി എല്ലാ കാലത്തും ഒരു ചരിത്ര വിധിയായി തന്നെ നിലനിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഏതാണ്ടൊരു 5-6 വർഷക്കാലമായി നീണ്ടതടവില്ലാതെ പോരാടിക്കൊണ്ടിരുന്ന കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും മാതാപിതാക്കൾക്ക് എൻ്റെ പേരിൽ ഒരു അഭിവാദ്യങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഈ വിധി CPMൻ്റെ മസ്തകം തകർത്ത വിധിയാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക.